Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa ashabihi ajma'in wa man tabi'ahum bi ihsanin ila yaumiddin. Amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. ഏറ്റവും ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ ഒന്നായ നോമ്പ്, അത് അവതീർണമായ റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ. ഈ നോമ്പിന് ഇത്രയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് സൂറ ബക്കറയിൽ അള്ളാഹു പറയുന്നത്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായതുകൊണ്ട് റമദാൻ മാസത്തെ നാം ഇത്രയധികം പ്രാധാന്യം നൽകി. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഹുദൻ ലിന്നാസ്, അത് ജനങ്ങൾക്കാകെയും മാർഗദർശനമായിക്കൊണ്ടും, വൽ ബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തെ വ്യക്തമാക്കിക്കൊണ്ടും സത്യാസത്യ വിവേചനങ്ങൾ വേർതിരിച്ച് മനുഷ്യർക്ക് മാർഗദർശനമാക്കി നൽകിയത് കൊണ്ടുമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് വിശുദ്ധ ഖുർആൻ. മാർഗദർശനം, സത്യവും അസത്യവും വേർതിരിച്ചറിയാനും ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും വേർതിരിച്ച് അറിഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് റമദാൻ മാസത്തിലെ റമദാൻ 17 നടന്ന ബദർ യുദ്ധത്തിന്റെ ചില കാര്യങ്ങളിലേക്കാണ്. റമദാൻ 17 സത്യവിശ്വാസികളും അമുസ്ലിങ്ങളും, അതായത് മക്കയിലുള്ള മുശ്രിക്കുകളും തമ്മിൽ ഏറ്റുമുട്ടിയ ആ ദിവസത്തെ കുറിച്ച് സൂറത്തു പറയുന്നത് യൗമുൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വിവേചിച്ച ദിവസം എന്നാണ്. എങ്ങനെയാണ് ആ സത്യാസത്യത്തെ വിവേചിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൗമൽ തഖൽ ജംആനി, അതായത് ആ ബദർ യുദ്ധമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള 313 പേരടങ്ങുന്ന കൊച്ചു സംഘവും അബൂജഹലിന്റെ ഒപ്പമുള്ള സർവ്വവിധ സന്നാഹങ്ങളോട് കൂടിയ ഒരു വലിയ സംഘവും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് സത്യം അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം എന്നാണ്. ആ യുദ്ധമുഖത്തേക്ക് പുറപ്പെടുന്നതിനായിട്ട് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: അള്ളാഹുവേ, ഞാൻ ഈ യുദ്ധമുഖത്ത് ഞാനോ എന്റെ പിതാക്കന്മാരോ കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ മതവുമായി വന്നിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളെയും ഭിന്നിപ്പിക്കുന്ന ഒരു കക്ഷിയാണോ, അതല്ല പിന്നെ ഞങ്ങളാണോ ജയിക്കുന്നത് എന്ന് അള്ളാഹുവോട് നേരിട്ടിട്ടാണ് അബൂജഹൽ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നത് കാണാം: എനിക്ക് വാഗ്ദാനത്തിലുള്ളതായ എനിക്ക് നിറവേറ്റി തരണമേ. ഇസ്ലാം, ഈ ഒരു കൊച്ചു സംഘത്തെ, നീ ഇസ്ലാമിൽ നിന്നുള്ള ഈ ഒരു കൊച്ചു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നീ ആരാധ്യപ്പെടുന്ന ഒരു സംഘവും ഒരു വിഭവവും ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് കൊച്ചു സംഘത്തെ വിജയിച്ചറിയണമേ എന്ന് അള്ളാഹുവിനോട് അതേ അള്ളാഹുവോട് തന്നെ പൂജലും പ്രാർത്ഥിക്കും. എന്താണ് ഈ മക്കളുള്ള മുശ്രിക്കും അതേ പ്രവാചകൻ തമ്മിലുള്ള വിശ്വാസധാരയിലുള്ള അന്തരം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു.
മൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരെന്ന് അവരോട് ചോദിക്കപ്പെട്ടാർ ലയഖൂലന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണെന്ന്. അതേപോലെ സൂറത്തു യൂൻസിലെ 10-ാം അധ്യായമായ സൂറത്ത് യൂൻസിലെ 31-ാമത്തെ വചനത്തിൽ പറയുന്നത് കേൾക്കൂ. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ്? അമ്മൻ യഹ്ലിക്കു സമവൽ അബ്സ്വാർ, നിങ്ങൾ കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തി തന്നവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ ആരെന്ന് ചോദിക്കപ്പെട്ടാൽ ഫസയഖൂലുന അല്ലാഹ്, അവർ പറയും അള്ളാഹുവാണെന്ന്. എങ്കിലും അവർ ചെയ്തിട്ടുള്ള, അവരുടെ വിശ്വാസത്തിൽ അവർ ചെയ്തിട്ടുള്ള ഒരു ശിർക്കൻ പാതകം എന്തായിരുന്നു എന്ന് സൂറത്ത് യൂൻസിലെ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് കാണൂ. അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചിരുന്നു. അവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ. അവർ തങ്ങൾക്ക് ശുപാർശകരായി വരുമെന്നുള്ള വിശ്വാസത്തിൽ അള്ളാഹുവിന് പുറമെയുള്ള മരിച്ചു പോയിട്ടുള്ള മഹാന്മാരെ അവര് തങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാനുള്ള തങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് ഇവർ മുഖാന്തി ഇവരെ മധ്യവർത്തികളാക്കിക്കൊണ്ട് ഞാൻ അള്ളാഹുലേക്ക് ഒരു സാമീപ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവരോട് പ്രാർത്ഥിക്കുന്നത് എന്നവർ പറയുമായിരുന്നു. സുമറിൽ അള്ളാഹു പറയുന്നത് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് അള്ളാഹുവിലേക്ക് അവർക്കൊരു അവരെ അടുപ്പിക്കുന്ന, അവർക്ക് ശുപാർശകരായിക്കൊണ്ട്, അവർക്ക് മധ്യവർത്തികളായിക്കൊണ്ട് ആളുകളെ വേണമായിരുന്നു. അതിനു വേണ്ടിയാണ് അവർ അള്ളാഹുവിനോടൊപ്പം ഇവരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ്. അപ്പം ഇത്തരം ഒരു വിശ്വാസധാര, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ള ഷെയർ ചെയ്യുക എന്നുള്ള ഒരു വിശ്വാസധാര, അത് മഹത്തായ പാതകമാണ്, വമ്പിച്ച അക്രമമാണ്, ഷിർക്കാണ്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. ആ ഒരു വിശ്വാസം പറയുന്നതിന് വേണ്ടിയാണ് മുഴുവൻ പ്രവാചകന്മാരും കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. വിശുദ്ധ ഖുർആനിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുമ്മ, അള്ളാഹുവേ, അല്ലെങ്കിൽ റബ്ബന, എന്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നത്. അതിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ആളുകളെ അതിലേക്ക് ഷെയർ ചെയ്യുവാനോ അതിൽ മധ്യവർത്തികളാക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് അത്തരം കഴിവുകൾ നൽകപ്പെട്ടിട്ട് അതിൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ അവരെ ഭാഗവാക്കാനോ അള്ളാഹു പറയുന്നില്ല. അള്ളാഹു നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം, ഞാൻ വളരെ സമീപസ്ഥനാണ്. അവർ എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ്. അതുപോലെ തന്നെ ബദർ എന്ന ഈ ഒരു ദിവസം നമുക്ക് കാണാം, നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇത്തരം ബദറിൽ പങ്കെടുത്തിട്ടുള്ള, അതായത് തൗഹീദിന്റെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പൊരുതിയിട്ടുള്ള ആളുകൾ, അവരോട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമായ തോതിൽ തന്നെ നടക്കുന്നത് നമുക്ക് കാണാം. അത് ഏറ്റവും വലിയ ഒരു അക്രമവും പാതകവുമാണ്. ബദറിൽ പങ്കെടുത്ത ആളുകൾ, അവരെ ആദരിക്കേണ്ടത് അവർ മുറുകെ പിടിച്ച ആദർശമായ ഏകദൈവ വിശ്വാസം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതുകൊണ്ട് മാത്രമാണ് അവരോടുള്ള ബഹുമാനം നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതേപോലെ അള്ളാഹു അല്ലാതെ മറ്റു മലക്കുകളോടോ ജിന്നുകളോടോ നബിമാരോടോ ഔലികളോടോ മറ്റു ബീബി ഷെയ്ഖുമാരോടോ ആരോടും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും, നമ്മൾ മഹത്വം കൽപ്പിക്കുന്ന ആളുകളെ ആരാധനയുടെ വിഷയത്തിൽ കൊണ്ടുവരാൻ, അള്ളാഹുവിലേക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന ഒരു ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമോനെ നീ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യരുത്. കാരണം ഇന്ന ഷിർക്ക് ലദുൽമുൻ അലീം, തീർച്ചയായും ഈ ഷിർക്ക് എന്ന് പറയുന്നത് വമ്പിച്ച അക്രമമാണ്,
വലിയ പാതകമാണ്. ആ ഒരു ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മറ്റ് ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ മറ്റ് ഇബാദത്തുകൾ അത് അള്ളാഹു പൊറുക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആരാധനാ കർമ്മങ്ങൾ വളരെ അള്ളാഹുവിലേക്ക് എത്തപ്പെടണമെങ്കിൽ, നമ്മൾ സ്വർഗാവാസികളായി തീരണമെങ്കിൽ ശിർക്ക് യാതം ചെറുതും വലുതുമായ എല്ലാ ശിർക്കും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒഴിച്ചു നിർത്തി നമ്മുടെ ഇബാദത്തുകൾ വളരെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷയുണ്ടാകുകയുള്ളൂ. ഈ പരിശുദ്ധ റമദാനിൽ അതിന്റെ എല്ലാവിധ ഭക്തിയോടുകൂടിയും അതിന്റെ എല്ലാവിധ തഖ്വയോടുകൂടിയും കൂടുതൽ ഖുർആൻ പഠിച്ച്, വിശുദ്ധ ഖുർആൻ അത് മനുഷ്യർക്ക്, സത്യവിശ്വാസികൾക്ക്, മുഴുവൻ ജനങ്ങൾക്കും ഒരു മാർഗദർശനമായിട്ട് അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ആശയത്തോടുകൂടി പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിശ്വാസത്തിൽ കൂടുതലായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും ആശയങ്ങൾ പഠിക്കാനും അതേപോലെ തന്നെ നോമ്പ് ശരിയായ അർത്ഥത്തോടുകൂടി ഭക്ഷണം ഒഴിവാക്കുക എന്നതിലുപരി നമ്മുടെ നാവിനും നമ്മുടെ കണ്ണിനും നമ്മുടെ ചെവികൾക്കും നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും തന്നെ നോമ്പെടുത്തുകൊണ്ടും രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടും നമ്മുടെ നോമ്പിനെ അതിന്റെ ഇഖ്ലാസോട് കൂടി നിർവഹിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ബദർ ദിനത്തില് ഈ ബദറിന്റെ ദിനത്തിൽ സത്യമായിക്കൊണ്ട്, അതായത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അള്ളാഹുവിൽ യാതൊരു തരത്തിലും പങ്കുചേർക്കാത്ത നല്ലൊരു വിശ്വാസം നമ്മിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, വളരെ നല്ല രൂപത്തിൽ ബദർ ദിനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മാഷാ അല്ലാ, നന്നായിട്ട് തന്നെ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഉഷാറായിട്ട് അവതരിപ്പിച്ചു. ബദറുമായി ബന്ധപ്പെട്ട് ശരിക്കും ബദർ നമുക്ക് നൽകുന്ന ഒരു പാഠം വലിയൊരു പാഠമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പത്രം ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വാർത്തകളിൽ നമ്മൾ വല്ലാതെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇറാനിലെ യുദ്ധം എന്തായി, എന്ത് വാർത്തയാണ് ഇനി അവിടുന്ന് കേൾക്കുക എന്നുള്ളത് നമ്മൾ വല്ലാതെ ഇങ്ങനെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഭയങ്കര ആശങ്കയോടുകൂടി നമ്മൾ കാണുന്ന ഒന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും GCC കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർ കുറച്ചും കൂടെ ആശങ്കാഭരിതരാണ്. ഇനി എന്താണ് സംഭവിക്കുക, അവരുടെ ബിസിനസ്, ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു കമ്പനികളൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണ് ഇനി തൊട്ട് അടുത്ത നിമിഷത്തിൽ, അടുത്ത ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആശങ്കയാണ്. കുറച്ചു മുമ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ റമദാനൊക്കെ നമ്മൾ നോക്കിക്കണ്ടിരുന്നത് ഫലസ്തീനിലെ അവസ്ഥയാണ്. ഫലസ്തീനിലെ കുട്ടികൾ നോമ്പ് തുറക്കാൻ വീടില്ലാതെ, ഭക്ഷണമില്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥ നമ്മൾ കാണുകയും ചെയ്തു. ഇവിടെ ശരിക്കും നടക്കുന്നൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രതിഫലനം, പ്രത്യേകിച്ചും ഈ യുദ്ധം തീരുമാനിക്കുന്നതും അത് നടത്തുന്നതും അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ ഭൂമിയുടെ അടിയിലുള്ള നല്ല ഭദ്രമായുള്ള അറകളിൽ, അവിടേക്ക് പ്രത്യേകിച്ച് ഒരു അപകടവും എത്തൂല എന്ന് ഉറപ്പുള്ള അത്രയും കോട്ടകളിലൊക്കെ ഉള്ളിലിരുന്നിട്ട് ചില ആളുകളൊക്കെ എടുക്കുന്ന തീരുമാനമാണ്. എന്നാൽ ഇതൊക്കെ വന്ന് പതിക്കുന്നത് സാധാരണക്കാരായ സിവിലിയൻസ്, സാധാരണ മനുഷ്യന്മാരിലേക്കാണ്. ഇതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പോൾ ബദർ ദിനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം യുദ്ധത്തിന് അത്രമാത്രം സീരിയസ് ആയ ഒരു റീസൺ ഉണ്ടാവുന്നുള്ള, ഒന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അവിടെ സമ്മതിക്കാതെ വരികയും
അവിടെ നിന്ന് ഹിജ്റ പോയിട്ട് ഹിജ്റ പോയ സ്ഥലത്തും സ്വൈര്യമായി അവർ ജീവിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെയും തകർക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരികയാണ്. കച്ചവട സംഘത്തെ ഉണ്ടാക്കുകയും കച്ചവട സംഘം ധനം ഒരു കൂട്ടുകയും ഇത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഈ ഒരു വിവരം കിട്ടുമ്പോഴാണ് ശരിക്കും അതിനെ തടയാനൊക്കെ പോകുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരു ടീമിനെ പറഞ്ഞയക്കുമ്പോൾ വളരെ കണിശമായി കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലുള്ളതാണ് അല്ലേ, താമസിക്കുന്ന വീടുകൾ തകർക്കാൻ പാടില്ല, കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കാൻ പാടില്ല, വയോധികരായ ആളുകളെ ഉപദ്രവിക്കരുത്. ഇങ്ങനെ ഒരുപാട് അല്ലേ, ഈ കുടി കുടിവെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ ഒന്നും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് യുദ്ധത്തിൽ തനിക്കെതിരായിട്ട് വരുന്ന പടയാളിയോട് മാത്രമാണ് പോരാടുന്നത്. അത് ഇസ്ലാമിൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ യുദ്ധവും നമുക്ക് കാണാൻ പറ്റും, അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് യുദ്ധത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറി അല്ലേ. ഇന്ന് നേരെ ബോംബ് കൊണ്ടുവന്നിടുക, മിസൈൽ ഇടുകയാണ്, ഇങ്ങനെ സർവനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ബദർ നമുക്കൊരു പാഠമാണ്. ആധുനിക സംവിധാനങ്ങളൊക്കെ മനുഷ്യനുണ്ടായാലും ആ സംവിധാനങ്ങളൊക്കെ സാധാരണക്കാരെയും നാടിനെയും നാട്ടുകാരെയും ഒക്കെ തകർക്കുന്ന രൂപത്തിലുള്ളതാക്കി മാറുന്നു എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചു. മക്കയിലെ മുശ്രിക്കുകളായ ആളുകളും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, പ്രവാചകനും അള്ളാഹിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത്. രണ്ടുപേരും അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തിനാണ് ഇവിടെ യുദ്ധം? അവിടെയാണ് ആ യുദ്ധം അള്ളാഹുവിനെ മാത്രം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനോട് പുറമെ അള്ളാഹുവിനോട് കൂടെ വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. കെലിമത്തു തൗഹീദ്, ആ തൗഹീദിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, ഇൻ തുഹലിക്ക് ഹാദിൽ സാബ, ഈ ഒരു കൊച്ചു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഈ ഭൂലോകത്ത് തന്നെ ഒരു പക്ഷേ അള്ളാഹുവിനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രൂപത്തിൽ. എന്നിട്ട് പ്രവാചകൻ കടന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്. ശരിക്കും ബദർ നമുക്ക് വളരെ വലിയ 3 സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, തൗഹീദിന്റെ സന്ദേശമാണ്. 2, പ്രാർത്ഥനയുടെ സന്ദേശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുമ്പോഴും പ്രവാചകൻ സുജൂദ് കിടന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. അലി റളിയല്ലാഹു യുദ്ധത്തിന്റെ ഇടയ്ക്ക് പ്രവാചകനെ കാണാൻ വരികയാണ്. പ്രവാചകൻ എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രവാചകൻ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ 2, 3 തവണ വീണ്ടും വീണ്ടും വന്നു നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സുജൂദ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും എന്നൊരു ഉറപ്പ്, ആ പ്രതീക്ഷയോടുകൂടി പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോഴാണ് തുടരെയായി മലായിക്കത്തിനെ അയച്ചുകൊണ്ട് അള്ളാഹു ആ ഒരു യുദ്ധത്തിൽ സഹായിക്കുകയും വിജയം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ട വലിയൊരു പാഠം, ജീവിതത്തിൽ എന്ത് തന്നെ നേടണമെങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞാൽ, അവനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് നേടാൻ സാധിക്കുന്നില്ല. 3-മത്തെ പാഠം തവക്കുലിൻ്റെ പാഠമാണ്. സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ നാടും തൻ്റെ വീടും തൻ്റെ കുടുംബവും എല്ലാവിധ സമ്പത്തും യാത്ര ചെയ്യാനുള്ള വാഹനം പോലും തടഞ്ഞു വെച്ച പല സഹാബത്തുണ്ട്. അത്രയും റിസ്ക് എടുത്തിട്ട് എല്ലാം ഒഴിവാക്കിയിട്ടാണ് അവർ മദീനയിലേക്ക് പോകുന്നത്. ആ പോരുമ്പോഴൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിന് പകരമായി എനിക്ക് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. അള്ളാഹു നമുക്ക് നൽകും എന്ന പ്രതീക്ഷ. അള്ളാഹുവിൽ കാര്യങ്ങളെ ബരമേൽപ്പിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന വെറും നാവ് കൊണ്ട് ഉരുവിടലല്ലാതെ മനസ്സുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണെന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയൊന്നും ഇപ്പം നാട്ടിലില്ല, നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട യുദ്ധം നമ്മുടെ നഫ്സിനോടാണ്, നമ്മുടെ ദേഹേച്ഛകളോടാണ്. മനസ്സ് വല്ലാതെ നമ്മളെ പ്രേരിപ്പിക്കും പലതും ചെയ്യാൻ.
പലതിലേക്കും പോകാൻ അവിടെ തടഞ്ഞു വെച്ചിട്ട് അതിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കണം. ബദർ കൊണ്ടുള്ള പാഠം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക. പരിശുദ്ധ റമദാൻ ഏറെ പുണ്യം നിറഞ്ഞ ഈ റമദാനിനെ കൂടുതലായി ഉപയോഗപ്പെടുത്താനും അതിലൂടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുന്ന അർഹരാകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ഈ ചിന്തകളും ഈ സംസാരങ്ങളുമൊക്കെ നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന സൽക്കർമ്മമാക്കി തീർക്കണേ തമ്പുരാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.